Modulus of a complex number z is 2. Argument z is pi by 3. Write the complex number. അപ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ z ഈക്വൽ ടു നമ്മൾ പോളാർ ഫോം എഴുതുന്നത് എങ്ങനെയാ? r cos തീറ്റ പ്ലസ് i ഇൻറ്റു r സൈൻ തീറ്റ എന്നാ. ഈ ആറിന്റെ വാല്യൂ ആണ് മോഡ് z എന്ന് പറയുന്നത്. ആറിന്റെ വാല്യൂ ആണ് മോഡ് z. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. Modulus of a complex number z is 2 and argument z theta ആണ് argument z എന്ന് പറയുന്നത്. തീറ്റ ആണ് argument z. അത് ഈക്വൽ ടു എത്രയാണ് തന്നേക്കണേ? പൈ ബൈ 3 എന്ന് തന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ z എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് ഐ ബി ഫോമില് r ഇൻറ്റു 2 ഇൻറ്റു കോസ് പൈ ബൈ 3 പ്ലസ് ഐ ഇൻറ്റു 2 ഇൻറ്റു സൈൻ പൈ ബൈ 3 equal to 2 into cos pi by 3 1 by 2 കിട്ടും. cos pi by 3 cos 60 യുടെ വാല്യൂ പ്ലസ് i into 2 into sin pi by 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 by 2 ആ. 2 2 കട്ട് ചെയ്യാം, 2 2 കട്ട് ചെയ്യാം. 1 plus i റൂട്ട് 3 എന്ന് കിട്ടി. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ a plus ib ഫോമില്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എബവ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ 1 plus i റൂട്ട് 3 യുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്തെടുക്കുക? 1 പ്ലസ് ഐ റൂട്ട് 3യുടെ സ്ക്വയർ റൂട്ട്. രണ്ടാമത്തത് ഗിവൺ z എന്ന് പറയുന്നത് 1 പ്ലസ് ഐ റൂട്ട് 3 കിട്ടുന്നത്. അപ്പൊ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഐ റൂട്ട് 3 ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുക്കുക. ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് അത് വേറൊരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 1 പ്ലസ് ഐ റൂട്ട് 3 ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഓൾ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ അല്ലെ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഐയുടെ സ്ക്വയർ കൊടുക്കണം, വൈയുടെ സ്ക്വയർ കൊടുക്കണം അല്ലെ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 അല്ലേ കിട്ടുന്നത്? ഐ സ്ക്വയർ അത് ഇവിടെ കൊടുക്കുക. അപ്പൊ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy മൈനസ് വൈ സ്ക്വയർ. മൈനസ് വൈ സ്ക്വയർ വന്നത് ഐ സ്ക്വയറിന് -1 കൊടുത്തു, മൈനസ് വൈ സ്ക്വയർ ആയി. റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു 2xy ഇമാജിനറി പാർട്ട്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ കിട്ടി? 1 പ്ലസ് ഐ റൂട്ട് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അപ്പൊ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എഴുതാം. അത് ഒന്നാമത്തെ ഇക്വേഷൻ. 2xy ഈക്വൽ ടു റൂട്ട് 3 എന്നും എഴുതാം. ഇമാജിനറി പാർട്ട് 2xy അല്ലേ? 2xy ഈക്വൽ ടു റൂട്ട് 3 എന്നും എഴുതാം. രണ്ടാമത്തെ. ഇനി ഇവിടെ രണ്ട് സൈഡ് മോഡുലസ് എടുക്കാം. രണ്ട് സൈഡ് മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ മോഡുലസ് എടുക്കുമ്പോഴോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ദാറ്റ് ഈസ് 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് മൂന്നാമത്തെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. രണ്ടോ ആഡ് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് വരും. ഓർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3/2 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു റൂട്ട് 3 ബൈ റൂട്ട് 2 എന്നില്ല. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ബൈ റൂട്ട് 2 എന്ന് കിട്ടും എക്സിന്റെ വാല്യൂ. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3/2 ആ. അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താലും മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3യിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 2 മൈനസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. വൈ സ്ക്വയർ മൈനസ് മൈനസ് വൈ സ്ക്വയർ 2y സ്ക്വയർ എന്ന് വരും. അപ്പൊ വൈ സ്ക്വയർ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2 എന്ന് കിട്ടും. അപ്പോ വൈയുടെ വാല്യൂ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3/√2
y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √3/√2 പ്ലസ് i ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 1/√2. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഓക്കെ, അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് a plus ib into c plus id into e plus if equal to a plus ib. Then show that a square plus b square into c square plus d square into e square plus f square equal to a square plus b square. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? a plus ib into c plus id into e plus if equal to capital A plus i into capital B. രണ്ട് സൈഡ് മോഡുലസ് എടുത്താൽ മതി. മോഡുലസ് എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോപ്പർട്ടി ഓർത്തിരിക്കണം. മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 ഇൻറ്റു എക്സെട്ര z എന്ന് പറഞ്ഞാൽ മോഡുലസ് z1 ഇൻറ്റു മോഡുലസ് z2 ഇൻറ്റു എക്സെട്ര മോഡ് z എന്ന് വരും. ഓക്കെ, ഓരോതിന്റെ സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. അപ്പൊ രണ്ട് സൈഡ് മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് a plus ib ഇൻറ്റു c plus id ഇൻറ്റു e plus if ഈക്വൽ ടു മോഡുലസ് a plus ib. ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ ഓരോന്നിന്റെ സെപ്പറേറ്റ് എടുക്കാം. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അല്ലെ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് പൊക്കോളും ഇൻറ്റു ഇവിടെ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആ പ്രോപ്പർട്ടി ഓർത്തിരിക്കുന്നത് മാത്രം. ദെൻ നെക്സ്റ്റ് എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ a plus ib ഫോം. a plus ib ഫോമിൽ എഴുതാനുള്ളൂ. z ഈക്വൽ ടു 8/1 plus i റൂട്ട് 3. എങ്ങനെയാ ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നാൽ a plus ib ഫോം ആക്കണത്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3. ഇമാജിനറി പാർട്ടിന്റെ നെഗറ്റീവ് ആണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് i റൂട്ട് 3 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3. ദാറ്റ് ഈസ് 8 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3 ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുന്ന ഫോം അല്ലേ? അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ i സ്ക്വയർ ഇൻറ്റു റൂട്ട് 3യുടെ സ്ക്വയർ 3 അല്ലെ? i സ്ക്വയറിന്റെ വാല്യൂ -1 ആ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 8 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3 ബൈ 1 മൈനസ് -1 ഇൻറ്റു 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 8 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3 ബൈ 1 പ്ലസ് 3. 1 മൈനസ് -3 1 പ്ലസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3 ബൈ 4. രണ്ട് ക്യാൻസൽ ആകുമ്പോൾ 2 വരും. 2 ഇൻറ്റു 1 മൈനസ് i റൂട്ട് 3. ഓക്കെ, ഇതാണ് a പ്ലസ് ഐ ബി ഫോം. 2 കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്ന് പറയുമ്പോൾ 2 മൈനസ് i ഇൻറ്റു 2 റൂട്ട് 3 എന്ന് കിട്ടും. എയും ബിയും. എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് -2 റൂട്ട് 3 കിട്ടും. എ ഈക്വൽ ടു അല്ലെ? എ ഈക്വൽ ടു 2 റിയൽ പാർട്ട്, ബി എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട് മൈനസും കൂടി ചേർത്തെടുത്തോളണം. -2 റൂട്ട് 3 എന്ന് വരും ബിയുടെ വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ അറിയാലോ. ഇതിന്റെ 1/3 പ്ലസ് 4i കിട്ടും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതിനെ a പ്ലസ് ഐ ബി ഫോമിലേക്ക് ആക്കി എഴുതണം. എന്ന് പറയുമ്പോൾ 3 മൈനസ് 4i ബൈ 3 പ്ലസ് 4i ഇൻറ്റു 3 മൈനസ് 4i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറഞ്ഞാൽ 1/z ആ. അപ്പൊ അതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബി ഫോം ആക്കണമെങ്കിൽ
കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഫോം അല്ലേ? ദാറ്റ് ഈസ് 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 16i സ്ക്വയർ എന്ന് വരും. അതില് ഐ സ്ക്വയർ ഈക്വൽ ടു അറിയാലോ -1 കിട്ടും. ഐ സ്ക്വയറിന്റെ വാല്യൂ -1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 9 മൈനസ് 16 ഇൻറ്റു -1 ദാറ്റ് ഈസ് 3 മൈനസ് 4i ബൈ -16 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +16 കിട്ടും. ദാറ്റ് ഈസ് 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 25 വരും അല്ലെ? 9 പ്ലസ് 16 25 കിട്ടും. ദെൻ അടുത്തതോ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 1 പ്ലസ് i റൂട്ട് 3 ഇൻ പോളാർ ഫോം. പോളാർ ഫോം ആക്കി മാറ്റണം. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കുന്നത് z ഈക്വൽ ടു 1 പ്ലസ് i റൂട്ട് 3. അതിനെ നമ്മൾ എന്താക്കുക? r കോസ് തീറ്റ പ്ലസ് i ഇൻറ്റു r സൈൻ തീറ്റ. അപ്പൊ റിയൽ പാർട്ട് എപ്പോഴും r കോസ് തീറ്റ ആണ്, ഇമാജിനറി പാർട്ട് r സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പൊ അവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ r കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് അല്ലേ? റിയൽ പാർട്ട് ഈക്വൽ ടു ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 1 വരും. അതേപോലെ r സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഇമാജിനറി പാർട്ടാ, ഇത് റൂട്ട് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡ് z. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണോ അതിന്റെ മോഡുലസ് ആണ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് r ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ റൂട്ട് 4 വരും ഈക്വൽ ടു 2 എന്ന് കിട്ടും. ആറിന്റെ വാല്യൂ 2 കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 കോസ് തീറ്റ ഈക്വൽ ടു 1, അതുപോലെ 2 സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3. ദെൻ കോസ് തീറ്റ ഈക്വൽ ടു 1/2 വരും. ഇവിടെ സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3/2 എന്ന് കിട്ടും. കോസ് തീറ്റ 1/2 സൈൻ തീറ്റ റൂട്ട് 3/2 കിട്ടുന്ന തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രിയാ, π/3 ആ കിട്ടുന്നത്. ഓക്കെ, 60 ഡിഗ്രി ഓർ π/3 റേഡിയൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് i റൂട്ട് 3 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? r എന്ന് പറയുന്നത് 2 cos π/3 പ്ലസ് i ഇൻറ്റു 2 സൈൻ π/3. ഇതാണ് അതിന്റെ പോളാർ ഫോം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതെപ്പോഴും r cos തീറ്റ r സൈൻ തീറ്റ. ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും കണ്ടുപിടിക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് വരും, അക്യൂട്ട് ആംഗിൾ കിട്ടും. അപ്പൊ ഇത് ഏതെങ്കിലും നെഗറ്റീവ് വന്നാൽ അതിനനുസരിച്ച് ഏത് ക്വാഡ്രന്റിലാണ് നെഗറ്റീവ് വരുന്നത്, ഏത് ക്വാഡ്രന്റിലാണ് പോസിറ്റീവ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം ആർഗ്യുമെന്റ് z അഥവാ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാ. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഈക്വൽ ടു 0. ആദ്യം നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac കാണാം. ബി സ്ക്വയർ 3 സ്ക്വയർ 9 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 5. 9 മൈനസ് 20 എന്ന് കിട്ടും ഈക്വൽ ടു -11 വരും. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 അപ്പോ കോംപ്ലക്സ് നമ്പർ അല്ലേ, അതിന്റെ റൂട്ട് ആയിട്ട് വരുള്ളൂ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് റൂട്ട് ഓഫ് -11 ബൈ 2a 2 ഇൻറ്റു 1, അതായത് -3 പ്ലസ് ഓർ മൈനസ്. ഇവിടെ -11ന്റെ സ്ക്വയർ റൂട്ട്, മൈനസിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ i കിട്ടും. i 11ന്റെ സ്ക്വയർ റൂട്ട് റൂട്ട് 11 കിട്ടും ബൈ 2. അതാണ് എന്ത് കിട്ടുന്നത്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ consider the complex number z equal to 5 minus i root 3 by 4 plus 2 root 3 x plus a plus ib form. എന്നിട്ട് അതിന്റെ പോളാർ ഫോമും കാണാനാ പറഞ്ഞേക്കണേ അല്ലെ? a plus ib ഫോം ആക്കണ എങ്ങനെയാ? z equal to 5 minus root 3 i divided by 4 plus 2 root 3 i. ഓക്കെ, ഡിനോമിനേറ്ററിന് വേണ്ടി നമുക്ക് 2 കോമൺ എടുക്കാം അല്ലെ? 2 കോമൺ എടുത്ത് കഴിയുമ്പോൾ ഈക്വൽ ടു 5 മൈനസ് റൂട്ട് 3 i
ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 ഐ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് വെച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 5 മൈനസ് റൂട്ട് 3 ഐ ഇൻറ്റു 2 മൈനസ് റൂട്ട് 3 ഐ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 ഐ ഇൻറ്റു 2 മൈനസ് റൂട്ട് 3 ഐ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോം ആക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 5 കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മൈനസ് റൂട്ട് 3 ഐ കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 2 10 വരും. പിന്നെ 5 ഇൻറ്റു മൈനസ് റൂട്ട് 3 മൈനസ് 5 റൂട്ട് 3 ഐ മൈനസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് 2 റൂട്ട് 3 ഐ. പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് റൂട്ട് 3 ഐ മൈനസ് റൂട്ട് 3 ഐ പ്ലസ് 3 ഐ സ്ക്വയർ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 എന്ന് കിട്ടും. ഇൻറ്റു ഐ സ്ക്വയർ വരും. ഇവിടെ 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് 3യുടെ സ്ക്വയർ 3 ഇൻറ്റു ഐ സ്ക്വയർ. എന്നിട്ട് ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. ന്യൂമറേറ്ററിലും -1 കൊടുക്കുക, ഡിനോമിനേറ്ററിലും ഐ സ്ക്വയറിന് -1 കൊടുക്കുക. ഈക്വൽ ടു 10 മൈനസ് 5 റൂട്ട് 3 ഐ മൈനസ് 2 റൂട്ട് 3 ഐ മൈനസ് 7 റൂട്ട് 3 ഐ എന്ന് കിട്ടും. ഇവിടെയോ പ്ലസ് 3 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 പ്ലസ് 3 എന്ന് വരും. അല്ലെ, 3 ഇൻറ്റു -1 കൊടുക്കുക ഐ സ്ക്വയറിന്. 10 ഇവിടെ -3 വരും, 7 എന്ന് വരും. 7 മൈനസ് 7 റൂട്ട് 3 ഐ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇതായി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ 7 ബൈ 2 ഇൻറ്റു 7 മൈനസ് 7 റൂട്ട് 3 ബൈ 2 ഇൻറ്റു 7 ഇൻറ്റു ഐ. ദാറ്റ് ഈസ് 1 ബൈ 2 മൈനസ് ഐ ഇൻറ്റു റൂട്ട് 3 ബൈ 2 കിട്ടും. അതാണ് എ പ്ലസ് ഐ ബി ഫോം കിട്ടുന്നത്. 1 ബൈ 2 മൈനസ് ഐ റൂട്ട് 3 ബൈ 2. അതാണ് ഇസഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ഫോം. അതിനെ പോളാർ ഫോമും ആക്കി മാറ്റണം. അപ്പൊ 1 ബൈ 2 ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 1 ബൈ 2 മൈനസ് ഐ റൂട്ട് 3 ബൈ 2 ഈക്വൽ ടു അതിനെ റിയൽ പാർട്ട് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കുക പ്ലസ് ഇമാജിനറി പാർട്ട് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോ ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ 2 വരും. ആർ സൈൻ തീറ്റ ഇമാജിനറി പാർട്ട് ഇവിടെ നെഗറ്റീവാ അല്ലെ. അപ്പൊ മൈനസ് റൂട്ട് 3 ബൈ 2 എന്ന് എടുക്കണം. മൈനസ് റൂട്ട് 3 ബൈ 2 എന്ന് കിട്ടും ഇമാജിനറി പാർട്ട്. ദെൻ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ്. മോഡ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ മൈനസ് റൂട്ട് 3യുടെ സ്ക്വയർ 3 എന്ന് വരും ബൈ 2ന്റെ സ്ക്വയർ 4 ബൈ 4 1 വരും ആറിന്റെ വാല്യൂ. ആറിന് ഇവിടെ 1 കൊടുത്താൽ കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ 2 സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ബൈ 2. കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ആർഗ്യുമെന്റ് ഇസഡ് ഈക്വൽ ടു തീറ്റ അക്യൂട്ട് ആംഗിൾ തീറ്റ എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ 180 മൈനസ് തീറ്റ എന്ന് കിട്ടും. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ മൈനസ് 180 കിട്ടും. തീറ്റ ഇപ്പോൾ അക്യൂട്ട് ആംഗിൾ ആണ് കേട്ടോ. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ എന്ന് എഴുതും. അപ്പോ സൈൻ നെഗറ്റീവും കോസ് പോസിറ്റീവും വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോ ആർഗ്യുമെന്റ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് തീറ്റ. ഇനി തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണേ? കോസ് 1 ബൈ 2 വരുന്നതും സൈൻ റൂട്ട് 3 ബൈ 2 കിട്ടുന്ന ആംഗിൾ ഏതാന്ന് നോക്കുക. 60 ഡിഗ്രിയിൽ വരുന്നത് മൈനസ് പൈ ബൈ 3 എന്ന് കിട്ടും. മൈനസ് പൈ ബൈ 3. അപ്പോ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 1 ബൈ 2 മൈനസ് ഐ റൂട്ട് 3 ബൈ 2 ഈക്വൽ ടു ആറിന്റെ വാല്യൂ 1 ഇൻറ്റു കോസ് ഓഫ്
മൈനസ് പൈ ബൈ 3 പ്ലസ് ഐ ഇൻറ്റു 1 ഇൻറ്റു സൈൻ ഓഫ് മൈനസ് പൈ ബൈ 3. ഇതാണ് അതിന്റെ പോളാർ ഫോം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ആർഗ്യുമെന്റ് ഇസഡ് ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കണേന്ന് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, then next question, consider the complex number z equal to 2 plus I by 1 plus I into 1 minus 2i expressed in a plus ib form and represent z in polar form. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പൊ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 2 plus I divided by ഇത് മൾട്ടിപ്ലൈ ചെയ്ത 1 into what 1 into പ്ലസ് മൈനസ് 2i കിട്ടും. പിന്നെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ ഇൻറ്റു 1 ഐ മൈനസ് 2i സ്ക്വയർ വേർ ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ആണ് അല്ലെ. ദാറ്റ് ഈസ് 2 plus I divided by 1 അങ്ങനെ തന്നെ മൈനസ് 2i പ്ലസ് 1i മൈനസ് ഒരു ഐ എന്ന് കിട്ടും. ദെൻ മൈനസ് 2 ഇൻറ്റു ഐ സ്ക്വയറിന് മൈനസ് 1. അപ്പോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2i ദാറ്റ് ഈസ് 2 plus I divided by 3 minus I എന്നാവും അല്ലെ. മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 അല്ലേ വരുള്ളൂ. 2 plus 1 3 എന്ന് കിട്ടും. 3 minus I. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 plus I ഇൻറ്റു 3 plus I divided by 3 minus I into 3 plus I equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 plus 2i അല്ലെ. 2 into 3 ചെയ്യണം, 2 into I ചെയ്യണം. Then I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I into 3i plus I into I സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യണം, ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. ഐ സ്ക്വയറിന്റെ സ്ഥാനത്ത് മൈനസ് 1 കൊടുക്കുക. അപ്പൊ 6 പ്ലസ് 5i ഇത് 2i 3i ആണെങ്കിൽ 5i കിട്ടും. ഐ സ്ക്വയറിന് മൈനസ് 1 9 മൈനസ് മൈനസ് 1. അപ്പൊ 6 മൈനസ് 1 5 പ്ലസ് 5i ബൈ 10 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5/10 കിട്ടും പ്ലസ് 5 ഇൻറ്റു ഐ ബൈ 10 കിട്ടും. അപ്പൊ 1/2 പ്ലസ് ഐ ഇൻറ്റു 1/2 എ പ്ലസ് ഐ ബി ഫോം ആയില്ലേ. 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 വരും. ഇവിടെ 1/2 ഇൻറ്റു ഐ എ പ്ലസ് ഐ ബി ഫോം ആയി. അതിനെ പോളാർ ഫോം ആക്കി മാറ്റണം. പോളാർ ഫോം ആക്കി മാറ്റാനായിട്ട് ഇവിടെ നമുക്ക് ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 1/2 പ്ലസ് ഐ ഇൻറ്റു 1/2 എന്നാണ്. അതിനെ ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് എഴുതിയിട്ട് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. ആർ കോസ് തീറ്റ ഈക്വൽ ടു 1/2 കിട്ടും. ആർ സൈൻ തീറ്റ എന്ന് പറയുന്നതും 1/2 തന്നെ കിട്ടും. ആറിന്റെ വാല്യൂ എന്താ വരുന്നത്, ആർ ഈക്വൽ ടു മോഡ് ഇസഡ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/4 പ്ലസ് 1/4 2/4 ഓർ 1/2 കിട്ടും. 1/2 സ്ക്വയർ റൂട്ട് 1/√2 എന്ന് വരും ആറിന്റെ വാല്യൂ. ആർ ഈക്വൽ ടു 1/√2 കിട്ടി. അപ്പൊ ആറിന് 1/√2 കൂടെ കൊടുത്താൽ 1/√2 കോസ് തീറ്റ ഈക്വൽ ടു 1/2. ഈ √2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു √2/2 എന്ന് പറഞ്ഞാൽ 1/√2 എന്ന് എഴുതാലോ അല്ലെ. 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 ആ. അപ്പൊ ഒരു √2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1/√2 കിട്ടും. സിമിലർലി സൈൻ തീറ്റയും ഇവിടെ ആറിന്റെ വാല്യൂ 1/√2 കൊടുത്താൽ സൈൻ തീറ്റയും 1/√2 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, കോസ് തീറ്റ 1/√2 സൈൻ തീറ്റ 1/√2 കിട്ടുന്ന തീറ്റ എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആർഗ്യുമെന്റ് ഇസഡ് ഈക്വൽ ടു 45 ഡിഗ്രി π/4 കിട്ടും. π/4 റേഡിയൻ അല്ലെ. കോസ് π/4 1/√2 സൈൻ π/4 1/√2. ഇനി ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ 1/2 പ്ലസ് ഐ ഇൻറ്റു 1/2 എന്ന് പറയുന്നത് ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു കോസ് π/4 പ്ലസ് ഐ ഇൻറ്റു
ആർ 1/√2 ഇൻറ്റു സൈൻ π/4. അതാണ് അതിന്റെ പോളാർ ഫോം കിട്ടുന്നത്. ഓക്കെ, ഈ എക്സ്പ്രസ് ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോം, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പോളാർ ഫോം എഴുതാനുള്ളതും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ രണ്ട് ടൈപ്പ് ഉള്ളൂ. ഓക്കെ.